ബസ്മതി റൈസും കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ലുക്കിലും ടേസ്റ്റിലുള്ളൊരു ചിക്കൻ ബിരിയാണി നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ. ഈ ബിരിയാണിയിലേക്ക് വേണ്ട ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരമണിക്കൂർ സമയം മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് സമയം വെള്ളത്തിൽ കുതിർത്തി വെച്ച ശേഷം വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്. ബിരിയാണി ഒന്നും കൂടെ ഒരു കളർഫുൾ ആക്കാൻ വേണ്ടി കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട സ്പൈസസും എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ സവോള ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ വാർത്ത് വെച്ചിരുന്ന നമ്മുടെ ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് സമയം നമുക്ക് ഈ അരി ഒന്ന് ഇളക്കി അതിനകത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്ന അളവിൽ നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഓഫാക്കി ഇപ്പോൾ അതിൻ്റെ എയറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കാവേ. റൈസ് നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നല്ല വിട്ടാണ് കിടക്കുന്നത്, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ ചിക്കൻ ദമ്മ് തയ്യാറാക്കിയെടുക്കാം. അതേ കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പെരിഞ്ചീരകം, സ്പൈസസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ച് മതിയാവുമേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഒരു തണ്ട് കറിവേപ്പില അവ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ 1.5 കപ്പ് അരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് ചിക്കനെ ചേർത്തിട്ടുള്ളേ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആയതുകൊണ്ട് അതൊന്നും കൂടെ സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ചെറിയൊരു ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നിരത്തി ഇട്ടിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുക. ഞാൻ പകുതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പിന്നെ കിസ്മിസും കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബാക്കി റൈസും കൂടി ഇട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് സമയം ഇതിനെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് സെർവ് ചെയ്യാവേ. ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കമത്തി ഇടുന്നുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ ചിക്കൻ പീസസൊക്കെ മുകളിൽ വരുന്നതുകൊണ്ട് നമുക്ക് വിളമ്പാൻ ഈസിയാവും. ആഹാ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്തിടുന്നത് കൊണ്ടാണ് ഈ നല്ല സ്മെല്ല് വരുന്നത്. നമ്മൾ ബസ്മതി റൈസ് ആദ്യം കുക്കറിൽ വേവിച്ചിരുന്ന സമയത്ത് ഒരു 80% വെന്തിട്ടുണ്ടായിരുന്നുള്ളേ. ഇപ്പോൾ രണ്ടാമത് ദമ്മ് ചെയ്തപ്പോഴാണ് അത് കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുള്ളത്. കുറച്ച് കുക്കുംബറും സവോളയും ഒക്കെ അരിഞ്ഞിട്ടിട്ട് ചെറിയൊരു സലാഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ബിരിയാണിക്കകത്ത് എസൻസോ അങ്ങനത്തെ മറ്റ് സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചിലവരൊക്കെ പൈനാപ്പിൾ എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണാം. പക്ഷേ അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ബിരിയാണി അധികം കഴിക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ ഒരു ചെകിടുപ്പ് തോന്നാറുണ്ട്. പക്ഷേ ഈ ബിരിയാണി നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇതാ വളരെ കളർഫുള്ളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ബിരിയാണിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ, ബൈ ബൈ, സീ യു.